എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇന്നത്തെ നമ്മളുടെ വീഡിയോ മുളകിൻ്റെ മുരടിപ്പും അതുപോലെ തന്നെ നല്ല വിളവും ഉണ്ടാവാൻ വേണ്ടി നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റാവുന്ന ഒരു സൂത്രം ആയിട്ടാണ്. ഈ മുളക് കണ്ടോ, ഇതെൻ്റെ വീട്ടിലെ മുളകിൻ്റെ തൈയാണ്. ഈ മുളകിന് നല്ല ഇലയ്ക്കൊക്കെ നല്ല മുരടിപ്പായിരുന്നു. അതുപോലെ തന്നെ ഇത്ര അധികം മുളകൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ആ മുരടിപ്പും അതുപോലെ തന്നെ ഇത്ര വിളവുണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മളുടെ വീട്ടിൽ തന്നെ നമുക്ക് എളുപ്പത്തിൽ ലഭിക്കുന്ന രണ്ട് കാര്യങ്ങൾ വെച്ചിട്ട് ഒരു ലായനി ഉണ്ടാക്കി തെളിച്ചപ്പോഴാണ് ഈ മുളകിന് ഇപ്പോൾ ഇത്രയും മുളകെങ്കിലും ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഈ ഇലയിൽ മുരടിപ്പ് കണ്ടോ, ഇതിലും മുരടിപ്പായിരുന്നു നേരത്തെ. ഞാൻ ആ പറഞ്ഞ ലായനി ഉണ്ടാക്കുന്നതിന് വേണ്ടി മഞ്ഞൾപ്പൊടിയും ചാരവുമാണ് നമുക്ക് വേണ്ടത്. ഇതിപ്പോൾ ഞാൻ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് എടുക്കുന്നത്. നല്ല പച്ചമഞ്ഞളിൻ്റെ പൊടിയാണ്, നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയതല്ല. ഇത് ഇവിടെ ഞാൻ വീട്ടിൽ ഉണക്കി പൊടിപ്പിച്ച മഞ്ഞളിൻ്റെ പൊടിയാണ്. പിന്നെ അതേ ഒരു സ്പൂൺ നമ്മുടെ വീട്ടിൽ നമുക്ക് എളുപ്പത്തിൽ കിട്ടുന്ന ചാരം, നമ്മൾ വിറക് കത്തിച്ചതിൻ്റെ ചാരം, അതൊരു സ്പൂണ് ഈ ബക്കറ്റിലേക്ക് ഞാനിപ്പോൾ ഇട്ടതാണ്. അപ്പോൾ നമ്മൾ ഇട്ടിട്ടുള്ളത് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു സ്പൂൺ ചാരമാണ്. ഇപ്പോൾ ഞാനതിലേക്ക് 1 ലിറ്റർ വെള്ളമാണ് ഞാനതിലേക്ക് ഒഴിക്കുന്നത്. കണ്ടോ, 1 ലിറ്റർ പച്ചവെള്ളം. അത് ഞാൻ കുപ്പിയിൽ അളവിന് വേണ്ടിയിട്ട് എടുത്തതാണ്. ഒരു കുപ്പി പച്ചവെള്ളമാണ് നമ്മുടെ ബക്കറ്റിലേക്ക് മുഴുവനായിട്ട് ഒഴിച്ചിട്ടുള്ളത്. 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ ചാരവും പിന്നെ 1 ലിറ്റർ വെള്ളമാണ് നമ്മൾ ഈ ബക്കറ്റിലേക്ക് ഒഴിച്ചിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ ഒരു വടി ഉപയോഗിച്ചിട്ട് നന്നായി ഇളക്കി ഇങ്ങനെ കൊടുക്കുക. കണ്ടോ, ഇതേപോലെ നല്ലവണ്ണം അങ്ങോട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു 15 മിനിറ്റ് അവിടെ വയ്ക്കുക. ഒരു 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ ചെടികൾക്ക് തളിച്ച് കൊടുക്കാനായിട്ട് നമ്മൾ എടുക്കേണ്ടത്. അത് തളിച്ച് കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ ഇതൊന്ന് അരിച്ചെടുക്കണം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വേറൊരു ബക്കറ്റിലേക്ക് ഒരു തുണി വെച്ചിട്ട് നേരത്തെ നമ്മൾ കലക്കി വെച്ച ആ ലായനി ഒന്ന് അരിച്ചെടുക്കാനായിട്ട് നോക്കുകയാണ്. നമ്മളങ്ങനെ അരിച്ചെടുക്കുമ്പോൾ നമുക്ക് ആ മഞ്ഞൾപ്പൊടിയുടെയും ചാരത്തിൻ്റെയൊക്കെ വേസ്റ്റ് ഈ തുണിയിലേക്ക് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് പിന്നീട് സ്പ്രേയറിലേക്ക് അത് ഒഴിക്കുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ നമുക്ക് സ്പ്രേ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അത് തടഞ്ഞു കഴിഞ്ഞാൽ സ്പ്രേയർ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാണ്ടാവും. അപ്പോൾ എന്തായാലും ഞാനത് അരിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഏകദേശം ഒരു 1 ലിറ്ററോളം ഉണ്ട്. അപ്പോൾ നമുക്ക് വളരെ കൂടുതലുണ്ട്. നന്നായി നമ്മൾ ചെടികൾക്ക് തെളിച്ച് കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് 1 ലിറ്റർ തന്നെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളുടെ ആ ലായനി ഏകദേശം അരിച്ച് കഴിയാറായിട്ടുണ്ട്. അപ്പോൾ അത് അരിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു സ്പ്രേയറിൻ്റെ ബോട്ടിലേക്ക് ഇത് നമ്മൾ ഒഴിച്ച് കൊടുക്കുകയാണ്. അത് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ നമുക്ക് ചെടികൾക്ക് സ്പ്രേ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മളുടെ കയ്യിൽ സ്പ്രേയർ ഇല്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് വല്ല കപ്പിലൊക്കെ എടുത്തിട്ട് നമുക്ക് തെളിച്ച് കൊടുത്താലും മതി. കൈ ഉപയോഗിച്ചിട്ട് സ്പ്രേയർ ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പമാണ്. ഇതൊരു പഴയ സ്പ്രേയറാണ്, കുറച്ച് കാലമായിട്ട് ഉപയോഗിക്കാറില്ല. അപ്പോൾ ഏതായാലും ഞാനത് ഈ ബോട്ടിലേക്ക് ഒഴിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ സ്പ്രേയർ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊന്ന് നോക്കണം. കുറേ കാലമായിട്ട് ഉപയോഗിക്കാറില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ എന്തായാലും അത് ഫില്ല് ചെയ്തിട്ട് ഇങ്ങനെ അടിച്ച് നോക്കുമ്പോൾ വലിയ കാര്യമായിട്ട് സ്പ്രേ ആവുന്നില്ല. എങ്കിലും നമുക്ക് ഇത് തന്നെ വെച്ച് സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ, നന്നായി നമ്മളങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇലയുടെ മുകളിലേക്കും അതിൻ്റെ തണ്ടിലേക്കും ഇലയുടെ താഴത്തേക്കൊക്കെ ആയിട്ട് നന്നായി സ്പ്രേ ചെയ്ത് കൊടുക്കണം. എങ്കിൽ മാത്രമേ ഇത് ഈ ചെടിയിലേക്ക് ഈ ലായനി ഇറങ്ങി ചെല്ലുള്ളൂ. അങ്ങനെ ഇറങ്ങി ചെല്ലുമ്പോഴാണ് അതിന് കൂടുതൽ നമുക്ക് വിളവും അതുപോലെ തന്നെ അതിൻ്റെ മുരടിപ്പൊക്കെ പോവുള്ളൂ. അപ്പോൾ നമ്മൾ നന്നായി ഇലയിലേക്ക് ഇങ്ങനെ മഴ പെയ്യുന്നത് പോലെ നല്ല രീതിയിൽ അത് നല്ല നനയുന്ന രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഇലയുടെ അടിഭാഗത്തേക്കും അതുപോലെ തണ്ടിലേക്കൊക്കെ നല്ല രീതിയിൽ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്താലാണ് നല്ല റിസൾട്ട് നമുക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാനതൊരു 2-3 പ്രാവശ്യം നേരത്തെ ഒരാഴ്ച ഇങ്ങനെ ഇടവിട്ടിട്ടാണ് ഇത് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്കൊരു നല്ല റിസൾട്ടാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. കാരണം ഇതിൽ മുളക് കണ്ടോ, ഇത്രയും മുളകൊന്നും ഉണ്ടായിരുന്നില്ല. പൊതുവേ നമ്മുടെ ഈ ചൂനിയൻ മുളകിനൊക്കെ നല്ല രീതിയിൽ ഇങ്ങനെ ഇല ചുരുളുന്ന ഒരു പ്രവണത എപ്പോഴും കണ്ടുവരാറുണ്ട്. എന്തായാലും അത് നല്ല രീതിയിലുള്ള ആ ഒരു ഇല ചുരുളിപ്പ് ഈ ലായനി ഉപയോഗിച്ചപ്പോൾ കുറഞ്ഞു വന്നിട്ടുണ്ട്. കുഴപ്പമില്ലാത്ത നല്ല ഒരു മുളകും ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഒരു നല്ല റിസൾട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ വീട്ടിൽ ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് ആ വ്യത്യാസം മനസ്സിലാവും. അപ്പോൾ നല്ല മുരടിച്ച് നിൽക്കുന്ന മുളകും തൈകളൊക്കെ ഉണ്ടെങ്കിൽ ഇത് നിങ്ങൾ വീട്ടിൽ ഇത് ഉണ്ടാക്കിയിട്ട് ഒരു 2-3 വട്ടമൊക്കെ പ്രയോഗിച്ച് കഴിയുമ്പോൾ തന്നെ നല്ല രീതിയിൽ മുളക് ഉണ്ടാവുന്നുണ്ട്. ഒപ്പം അതിൻ്റെ
ഇലയുടെ മുരടിപ്പൊക്കെ മാറുന്നുണ്ട്. വീട്ടിൽ നമുക്ക് എളുപ്പത്തിൽ ലഭിക്കുന്ന ചാരവും മഞ്ഞൾപ്പൊടിയും വെള്ളവും ഉപയോഗിച്ചിട്ടുള്ള ഈ ലായനി വെച്ചിട്ട് കൃഷി ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളിത് മുളകിന് ഒന്ന് ഉപയോഗിച്ച് നോക്കുക. അത്തരത്തിലുള്ള നല്ലൊരു വിളവ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഉപയോഗപ്പെടും എന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റ് ചെടികളിൽ ഞാനങ്ങനെ ഉപയോഗിച്ച് നോക്കിയിട്ടില്ല, അതുകൊണ്ട് എനിക്കതിൻ്റെ റിസൾട്ട് അറിയില്ല. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ഓക്കെ.